ഇക്കിഗായ് എന്നീ പുസ്തകം ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലളിതമായ ചോദ്യത്തിനുള്ള ഉത്തരത്തിനെയാണ് അന്വേഷിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: എന്താണ് എൻ്റെ ജീവിതത്തിനെ കൂടുതൽ സന്തോഷവും അതിന് ദീർഘായുസ്സുള്ളതുമാക്കി മാറ്റാൻ ഞാൻ ചെയ്യേണ്ടത്? പുസ്തകത്തിൻ്റെ ലേഖകർ ജപ്പാനിലെ ഒക്കിനാവ എന്ന ദീർഘായുസിന് പേര് കേട്ട സ്ഥലത്ത് പോകുന്നു. അവിടെ ഏകദേശം 90 തൊട്ട് 100 വയസ്സ് വരെ ചിരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് പ്രത്യേകത എന്നാണ് അവർ പഠിക്കുന്നത്. ഈ പുസ്തകം നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്. കുറച്ചുകൂടി ക്ലിയറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 കാര്യങ്ങൾ. അതിലൊന്നാമത്തേതായിട്ട്, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ റിട്ടയർ ചെയ്യരുതെന്നാണ് പറയണത്. നമ്മളെ മെൻ്റലി ആക്റ്റീവായിട്ട് നിർത്താൻ നമ്മളെന്നും ചെറിയ എന്തെങ്കിലും റുട്ടീൻ പോലെ, അതായത് ചെറിയ ചെറിയ നമ്മുടെ വല്ല ഹോബികളോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടാസ്കോ എപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ, അതിപ്പോൾ ക്രാഫ്റ്റിംഗ് ആയിരിക്കാം, ഗാർഡനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് ആയിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ മൂന്നാമത് പറയുന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം ഒരിക്കലും ഓടിച്ച് തീർക്കേണ്ട ഒരു കാര്യമല്ല, അത് ഭയങ്കര സ്ലോ പേസിൽ ജീവിച്ച് തീർക്കേണ്ടതാണ്. പിന്നെ പറയുന്ന കാര്യമാണ് കമ്മ്യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. നാലാമതായിട്ടാണ് ഈ ഒരു ആശയത്തെപ്പറ്റി പറയുന്നത്. അവിടെയുള്ളവർ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരല്ല, അവർക്ക് അവരുടേതായ ഒരു നെറ്റ്വർക്ക് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കണക്റ്റഡാണ്. എന്ത് കാര്യം വന്നാലും പരസ്പരം അങ്ങോട്ട് സഹായിക്കുകയും അങ്ങനെ ബന്ധത്തിൻ്റെ ദീർഘായുസ് കൂട്ടാൻ ഇത് സഹായിക്കും എന്നാണ് പുസ്തകം പറയുന്നത്. പിന്നെ പറയുന്നത് ഫുഡിൻ്റെ കാര്യമാണ്. ലൈറ്റ് ആൻഡ് ഹെൽത്തി ഫുഡാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇത് ഹെൽത്തിന് കുറച്ച് മാറ്റം വരുത്തും എന്നാണ് ലേഖകർ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവസാനമായിട്ട് പറയുന്നത്, നമ്മുടെ ചെറിയ സന്തോഷങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കാം. ജീവിതത്തിലെ വലിയ വിജയങ്ങൾ മാത്രം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദിവസവും ഒരു ചെറിയ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ ആകെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇക്കിഗായ് എന്ന ഈ പുസ്തകം ഒറ്റയിരിപ്പിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളും അത്രയും മനോഹരമായിട്ടുള്ളൊരു ബുക്കാണ്. ഭയങ്കര ഡീപ്പ് ഫിലോസഫി ഒന്നുമില്ല. സ്വന്തം ജീവിതത്തിലെ സന്തോഷം സത്യവും കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നൊരു പുസ്തകം. ജപ്പാനിലെ സാധാരണക്കാരുടെ ലളിത ജീവിതത്തിലൂടെയാണ് സന്തോഷം വലിയ കാര്യങ്ങളിലല്ല, ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻസിയോടെ ചെയ്യുന്നതിലാണ് എന്ന സത്യം ഈ പുസ്തകം നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്.